ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുതിന ചട്നിയാണ്. പുതിന ചട്നി പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ചട്നി വിടുന്നത്. അത് വന്ന് നമ്മൾക്കിപ്പോൾ ബിരിയാണി അങ്ങനെയുള്ളതിനൊക്കെ നല്ല കട്ടിക്കരച്ച ഒരു ചട്നിയാണ്. ഇത് അങ്ങനെയല്ല. നമ്മൾ ദോശ, ഇഡ്ഡലി, എന്താ പറയുക, നമുക്ക് എല്ലാവരും കൂടെയും കഴിക്കാം. ആപ്പം, അതുപോലെ ചപ്പാത്തി, എന്തിൽ കൂടെയും ഗോതമ്പ് ദോശക്കൊക്കെ അടിപൊളിയായിരിക്കും. എല്ലാ ദോശകൾക്കും നൂൽപുട്ടിനും അങ്ങനെയുള്ള നമ്മുടെ സാധാരണ ചട്നിയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട്, അതായത് ഇപ്പം നമുക്ക് രാവിലെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൈകുന്നേരം വരെ കഴിക്കാൻ പോലെയാണ് ഞാനിപ്പോൾ ഈ ചട്നി കാണിച്ചു തരാം. പച്ചയ്ക്കും ഇത് നേരിട്ട് അരയ്ക്കാം, പക്ഷേ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് രാവിലെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വരെയും കഴിക്കാൻ പറ്റും. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിറ്റേ ദിവസമാണെങ്കിലും കഴിക്കാം. അങ്ങനെ ഒരു വ്യത്യസ്തമായ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പുതിന, പിന്നെ വേണ്ടത് നമുക്ക് നാളികേരം, ഉഴുന്നുപരിപ്പ്, പുളി, പിന്നെ ഇഞ്ചി, വറ്റൽമുളക്, ഉപ്പ്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതിനെയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതെങ്ങനെയാണ് എടുക്കണമെന്ന് കാണിച്ചു തരാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകണം എന്നൊന്നുമില്ല. 1.5 ടേബിൾ സ്പൂണ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതൊക്കെ നല്ല ഒന്ന് മൊരിഞ്ഞ് വരാറായിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്നൊന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. വാളം പുളിയാണ്. പുതിനയില, നമ്മുടെ പുതിനൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട നാളികേരം ഇതിൽ ഞാൻ ഒരു മൂടി എടുത്തിട്ടുണ്ട്. പച്ചയ്ക്കും അരയ്ക്കാം ഞാൻ, പക്ഷേ ഒന്ന് ചൂടാക്കുന്നുണ്ട്. തേങ്ങൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ചട്നി നമുക്കൊരു വൈകുന്നേരം വരെ എടുത്ത് വയ്ക്കാൻ പറ്റും, രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. എവിടേക്കെങ്കിലൊക്കെ കൊണ്ടുപോകണം ഈ ചട്നി എന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം നല്ല പോലെ ഒന്ന് മൂത്താൽ മതി. ഇപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും ടൂറോ അല്ലെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു വൈകുന്നേരം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചട്നി ഇങ്ങനെ ഉണ്ടാക്കുന്നത്, നാളികേരം ഒരു ബ്രൗൺ കളറായിട്ട് അരച്ച് വെള്ളമില്ലാണ്ട് അമ്മി വെച്ച് അരക്കുകയാണെന്ന് വെച്ചാൽ ഈ ചട്നി നല്ല കല്ല് പോലെ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയി എവിടെ പോയിട്ട് വേണമെങ്കിൽ എന്തി കൂട്ടിയും കഴിക്കാം. ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്തിനും അടിപൊളിയായിരിക്കും കഴിക്കാൻ. നല്ലോണം ഒന്ന് പച്ചമണം, നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. അങ്ങനെ എല്ലാ പച്ചമണം നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഗ്യാസ് ഓഫ് ആക്കാം. നല്ലോണം ഒന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതുവരെയും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുക്കണത് എങ്ങനെയാണ് കാട്ടിത്തരാം. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ്. കല്ലുപ്പാണ്, ആവശ്യത്തിന് ഇട്ടോളൂ. ഞാനിപ്പോൾ ഒരു പിഞ്ച് ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. നോക്കിയിട്ട് ഇടണം. വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. വെള്ളം ആവശ്യം നോക്കിയിട്ട് അരയ്ക്കണം. ഒരുപാട് വെള്ളമായി പോകരുത്, എന്നാൽ നമുക്ക് അരയ്ക്കാൻ വെള്ളം വേണതിന് ആ വിധം. അപ്പം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ അരച്ചിട്ടുണ്ട്, നോക്കാം. നന്നായി അരഞ്ഞിട്ടുണ്ട്. ഒന്ന് കൊട്ടിക്കൊടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായി ഇത് അരഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വേണ്ട ഈ കട്ടി മതിയെങ്കിൽ ഈ കട്ടി മതി. പക്ഷേ എനിക്ക് പറയണമെങ്കിൽ ഈ കട്ടി മതി. ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടത്, അങ്ങനെ നന്നായി അരഞ്ഞ് ഉപ്പും ഇതും എല്ലാം കറക്റ്റാണ്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ഇത്തിരി കടുക് തളിച്ചിടണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് വറുത്തിടാൻ ഒരു പാത്രം വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കണം. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 വറ്റൽമുളക് നല്ലോണം പൊട്ടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വറ്റൽമുളക് ഇട്ട് കൊടുക്കണത്. ഇതാ വറുത്തിട്ട് കഴിഞ്ഞു. പുതിന ചട്നി നല്ല ടേസ്റ്റി ആയിരിക്കും. എന്തിൽ കൂട്ടിയൊക്കെ കഴിക്കാൻ ടേസ്റ്റി ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇഡ്ഡലി കൂടെ കഴിക്കാം, നൂൽപുട്ട്, ഗോതമ്പ് ദോശ ഇതിലേക്കൊക്കെ അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഈ ചട്നി കഴിക്കാം. രാവിലെ അരച്ച് വെച്ചാൽ നമുക്ക് രാത്രി വരയ്ക്കും ഒന്നും അറിയും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം കളഞ്ഞിട്ടാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഇതേപോലെ ഈ ചട്നി ഉണ്ടാക്കി നമ്മളെ എല്ലാവർക്കും കൂട്ടി കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മുളക് ചട്നി, തേങ്ങ ചട്നി ഇല്ലെങ്കിൽ നമുക്ക് സാമ്പാർ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ചട്നിയും കൂടെ ഉണ്ടായിക്കോട്ടെ കൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ കുട്ടികളും ഉണ്ടാക്കുക, കഴിക്കുക, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അയയ്ക്കുക. ഇതെല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി എന്നെ ഈ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ എന്താ പറയുക, പിന്നെ അടുത്ത പുതിയ അതിനിങ്ങളും ഞാൻ കിടിലമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വിടുന്നതായിരിക്കും. അത് വരയ്ക്കും. ബായ്.